السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും ദുർവാശി പിടിക്കാറുണ്ട്. എത്ര തന്നെ ശ്രമിച്ചാലും ആ മക്കളുടെ കരച്ചിൽ നിർത്താൻ നമുക്ക് സാധിക്കാറില്ല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വിശന്നുകൊണ്ടാണോ എന്ന് വിചാരിച്ച് നാം ഭക്ഷണം കൊടുക്കും, പക്ഷേ അവർ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാറില്ല. അതുപോലെ തന്നെ പല നിലക്കും അവരുടെ ആ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോഴൊക്കെ നാം പരാജയപ്പെടുക എന്നല്ലാതെ മക്കൾ വീണ്ടും വാശി പിടിച്ച് കരയുന്നത് നാം അനുഭവപ്പെടാറുണ്ട്. വല്ല രോഗവുമായിരിക്കുമോ എന്ന് മനസ്സിലാക്കി ഡോക്ടർമാരെ സമീപിച്ച് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടും കുട്ടിയുടെ കരച്ചിലിന് യാതൊരു കുറവുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ കരയുന്നത്? ഇത്തരമൊരു അവസ്ഥ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടത്തേക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞൊരു സംഭവം മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നമ്മോട് പറയുന്നുണ്ട്. മഹദി അവർ പറയുന്നതായി കാണാം, റഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിഫ്ലൻ യബ്കി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കുട്ടിയെ കണ്ടു. ആ കുട്ടി വല്ലാതെ കരയുന്നുണ്ട്. എത്ര തന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, വല്ലാതെ കരയുക തന്നെയാണ്. ഇത് കണ്ടപ്പോൾ ഫഖാല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാലി സബിയ്യിക്കും ഹാദാ യബ്കി. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ കരയുന്നത്? ഫഹല്ലാ ഇസ്തർഖൈതും ലഹു മിനൽ ഐൻ. ആ കുട്ടിക്ക് കണ്ണീരിൽ നിന്നും മന്ത്രിച്ചു കൊടുത്തുകൂടെ? ചിലപ്പോൾ കണ്ണീർ തട്ടിയത് കൊണ്ടാവാം ഈ കുഞ്ഞിങ്ങനെ കരയുന്നത് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കളിങ്ങനെ കരയാനുള്ള കാരണം കണ്ണീർ തട്ടിയത് കൊണ്ടാവാം. പലരുടെയും നാവ് ചിലപ്പോൾ മക്കളെ കാണുമ്പോൾ, ആ കുട്ടിയുടെ ഭംഗി കാണുമ്പോൾ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ കളിയും ചിരിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലതും പറയാറുണ്ട്. അത് കാരണമായിരിക്കാം, കണ്ണീർ തട്ടിയത് കൊണ്ടായിരിക്കാം മക്കളിങ്ങനെ വല്ലാതെ പൊറുതികേട് കാണിക്കുന്നതും കരയുന്നതുമൊക്കെ. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ആ കുട്ടിക്ക് കണ്ണീരിൽ നിന്നും രക്ഷപ്പെടാനുള്ള മന്ത്രം മന്ത്രിച്ചു കൊടുത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും ധാരാളം പ്രാർത്ഥനകൾ കണ്ണീർ ബാത്തിലാക്കാൻ, കണ്ണീറുമായി ബന്ധപ്പെട്ട് അത് നിഷ്ഫലമാക്കാൻ ഉതകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് ആ കുട്ടികളെ അത്തരം കരച്ചിലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കണ്ണീർ തട്ടുക, മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്നത്തെ രാത്രിയിലോ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് കുട്ടികൾ വല്ലാതെ പൊറുതികേട് കാണിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം സാഹചര്യങ്ങൾ ചിലപ്പോൾ പക്ഷേ ആരുടെയെങ്കിലും കണ്ണീർ തട്ടിയത് കൊണ്ടോ മറ്റോ ആവാം ഈ കുട്ടി ഇങ്ങനെ കരയുന്നതെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖും നാസും അടങ്ങിയിട്ടുള്ള സൂറത്തുകൾ, അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മാ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം തുടങ്ങിയിട്ടുള്ള ഇത്തരം ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും ഒക്കെ പഠിപ്പിച്ച ദിക്റുകൾ, അത് പ്രാർത്ഥനകൾ, ഇവകളെല്ലാം ഉരുവിട്ടുകൊണ്ട് ആ കുട്ടിയെ മന്ത്രിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിലേക്ക് മന്ത്രിച്ച കുട്ടിയെ കുളിപ്പിക്കുക തുടങ്ങി കണ്ണീർ ബാത്തിലാക്കാൻ പറ്റുന്ന ധാരാളം വിഷയങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതായി കാണാം. ഇവയെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല എല്ലാവിധ ഷർറുകളിൽ നിന്ന്, ഐനിൽ നിന്ന്, ഹസദീങ്ങളുടെ ഹസദിൽ നിന്ന് നമുക്കെല്ലാവർക്കും അല്ലാഹു കാവൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.